ഹലോ ഗായ്സ്, വെൽക്കം ടു അൻസിസ് വ്യൂസ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, ഷോമി റെഡ്മി ഫോണുകൾ എടുത്താൽ അതിൽ ഏറ്റവും ചീപ്പ് ഫോണുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റെഡ്മി 4A ആയിരുന്നു മുമ്പ്. അതിനുശേഷം റെഡ്മി 5A, പിന്നെ റെഡ്മി 6A, പിന്നെ ഇപ്പോൾ അടുത്തായിട്ട് ലോഞ്ച് ചെയ്ത റെഡ്മി 7A. ഈ ഫോൺ ചീപ്പ് എന്ന് പറയുമ്പോൾ വളരെ പ്രൈസ് കുറവാണ്, മാത്രമല്ല വളരെ നല്ല വാല്യൂ ഫോർ മണിയാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നല്ല മൂല്യം തരുന്ന ഫോണായിരിക്കും. ഓക്കെ, ഈ റെഡ്മി 7A എന്നുള്ള ഫോണിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഏകദേശം 2 ഇയർ വാറണ്ടി ഉള്ള ഫസ്റ്റ് ഫോണാണ് റെഡ്മിയുടെ. വളരെ നല്ല കാര്യം തന്നെയാണ്. ഇതുവരെയുള്ള ഫോണുകളൊക്കെ നമ്മൾ പൊതുവെ എടുത്താൽ 1 ഇയർ വാറണ്ടിയാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ റെഡ്മി 7Aക്ക് ഷോമി 2 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് നമുക്ക് ഇത് തന്നെ പറയാൻ സാധിക്കും. ഓക്കെ, ഏതായിരുന്നാലും കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ ബോക്സ് ആദ്യം തന്നെ നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ചൊരു കളർഫുൾ ആയിട്ടുള്ള ബോക്സ് ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ വേർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2GB റാം 32GB ഇന്റർണൽ മെമ്മറി ഉള്ള വേർഷനാണ് നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോയാൽ നമുക്ക് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റഡ് ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് സ്നാപ്ഡ്രാഗൺ 439 പ്രൊസസ്സറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ 12 മെഗാ പിക്സൽ ക്യാമറ ആണ്, 4000 mAh ബാറ്ററിയാണ്. അതുപോലെ തന്നെ ഡുവൽ വോൾട്ടി ഇങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഇതിലുണ്ട് എന്ന് നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രൈസിങ് പറയുമ്പോൾ 2 വേർഷനാണ് ഇതിലുള്ളത്. 2GB റാം 16GB ഇന്റർണൽ മെമ്മറി ഉള്ള വേർഷൻ ഏകദേശം 5999 രൂപയാണ്. ഇതിൽ 2000 രൂപ കൂട്ടി കൊടുത്താൽ നമുക്ക് 2GB റാം 32GB ഇന്റർണൽ മെമ്മറി ഉള്ള വേർഷൻ കിട്ടും. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഈ വേർഷൻ കിട്ടും. തീർച്ചയായിട്ടും വളരെ നല്ല പ്രൈസിംഗ് ആണ്. ഇതിലെ രണ്ടാമത്തെ വേർഷൻ നമ്മൾ നോക്കുമ്പോൾ വെറും 200 രൂപക്ക് നമുക്ക് ഇന്റർണൽ മെമ്മറി 16 ഉള്ളത് 32GB ആവും. ഓക്കെ, ഏതായിരുന്നാലും നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ നമ്മളിത് അൺബോക്സ് ചെയ്ത് വരുമ്പോൾ ബോക്സിനുള്ളിൽ വേറൊരു ബോക്സാണ്, വൈറ്റ് ബോക്സാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിലാണ് നമുക്ക് സിം ഇജക്ടർ, പിന്നെ അതേപോലെ തന്നെ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ, യൂസർ മാനുവലൊക്കെ ഇതിനകത്താണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതെടുത്ത് മാറ്റി നോക്കിയാൽ നമുക്ക് റെഡ്മി 7A എന്നുള്ള ഫോൺ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തത് ബ്ലാക്ക് കളറാണ്. നമ്മളിത് കയ്യിൽ ആദ്യം പിടിക്കുമ്പോൾ നമുക്ക് ഇത് അങ്ങനെ ഒരു ചീപ്പ് ഫോണായിട്ട് തോന്നുകയില്ല. ഏകദേശം 6000 റേഞ്ചിലുള്ള ഒരു ഫോണാണെന്ന് ഒരിക്കലും തോന്നുകയില്ല. വളരെ നല്ലൊരു പ്രീമിയം ഫീൽ ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് ബോഡിയാണ് മൊത്തം, പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് കൈ പിടിക്കുമ്പോൾ ഒരു നല്ലൊരു ഫീലാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഇത് ഒരു കൈ കൊണ്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രത്തോളം വലിയൊരു സൈസ് ഉള്ള ഒരു ഫോണല്ല, കുറച്ചൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഫോൺ നോക്കുന്നവർക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഇത്. ഓക്കെ, നമുക്ക് ഡിവൈസിലേക്ക് വരാം. ഇത് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ബോക്സ് കണ്ടന്റ് നോക്കുമ്പോൾ നമുക്ക് ചാർജ് അഡാപ്റ്റർ കാണാൻ സാധിക്കും. ചാർജ് അഡാപ്റ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ 5V 1A ചാർജറാണ് വരുന്നത്. തീർച്ചയായിട്ടും 4000 mAh ബാറ്ററി വരുമ്പോൾ 5V 2A ചാർജർ വരണമായിരുന്നു എന്നുള്ള ഒരു ചെറിയൊരു ഒപ്പീനിയൻ ഉണ്ട്. പക്ഷേ പ്രൈസ് നോക്കുമ്പോൾ വലിയൊരു പ്രശ്നമില്ല. പിന്നെ നമുക്ക് ചാർജിങ് കേബിളിലേക്ക് വരുമ്പോൾ നമുക്ക് മൈക്രോ USB കേബിളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളമാണ് ബോക്സിലുള്ളത്. ഇനി നമുക്ക് ഡിവൈസിനെ അടുത്ത് നിന്നൊന്ന് കാണാം. ഓക്കെ, നമുക്ക് ഈ ഡിവൈസിൻ്റെ ഫ്രണ്ടിൽ നിന്ന്, ഏറ്റവും ടോപ്പിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ 5 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ കാണാൻ സാധിക്കും. പിന്നെ ഒരു ഇയർ പീസ് കാണാൻ സാധിക്കും. പിന്നെ എല്ലാ ബേസിക് സെൻസേഴ്സും ഈ ഫോണിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലുള്ള കുറച്ച് സെൻസേഴ്സ് അതിനടുത്തായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഒരു LED നോട്ടിഫിക്കേഷൻ ലൈറ്റും കാണാൻ സാധിക്കും. ഇത്രയാണ് ടോപ്പ് സൈഡിൽ. പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് 5.45 ഇഞ്ചുള്ള HD+ റെസൊല്യൂഷനുള്ള ഒരു LCD ഡിസ്പ്ലേ കാണാൻ സാധിക്കും. ഇത് 18:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഡിസ്പ്ലേ വരുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ താഴേക്ക് വരുമ്പോൾ റെഡ്മിയുടെ ഒരു ലോഗോ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഡിവൈസിന്റെ ബോട്ടം സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രൈമറി മൈക്രോഫോൺ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മൈക്രോ USB കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ സ്പീക്കറും കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ മാറ്റ് ഫിനിഷ് ഉള്ള ഒരു ബോഡി കാണാൻ സാധിക്കും. വളരെ നല്ലൊരു ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. പിന്നെ റെഡ്മിയുടെ ലോഗോ വീണ്ടും കാണാൻ സാധിക്കും. പിന്നെ ഡിസൈൻഡ് ബൈ ഷോമി എന്നും എഴുതിയേക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ഇങ്ങനെ ബാക്കോട്ട് പോകുമ്പോൾ നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ ഇല്ല. അതുപോലെ തന്നെ ഇതിന് താഴെയായിട്ടാണ് ഇതിന്റെ 4000 mAh നോൺ റിമൂവബിൾ ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ക്യാമറയിലേക്കാണ് എത്തുന്നത്. ക്യാമറ നമ്മൾ നോക്കുമ്പോൾ സിംഗിൾ ക്യാമറ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 12 മെഗാ പിക്സൽ സോണിയുടെ IMX486 സെൻസറിലുള്ള ഒരു ക്യാമറ ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ അപ്പർച്ചർ വാല്യൂ എന്ന് പറയുന്നത് f2.2 ആണ് അപ്പർച്ചർ വാല്യൂ വരുന്നത്. പിന്നെ നമുക്ക് ഈ സെൻസറിനെ കുറിച്ച് പറയുമ്പോൾ വളരെ നല്ലൊരു സെൻസറാണ്. ഷോമി Mi A2 എന്നുള്ള ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം സെൻസറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിക്സൽ സൈസ് ആണ്. ഈ ഒരു സെൻസറിന്റെ, അതായത് 1.25 മൈക്രോൺ ആണ് ഇതിന്റെ പിക്സൽ സൈസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു വാല്യൂ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡീസെന്റ് ആയിട്ടുള്ള ഈ ഒരു റേഞ്ചിലുള്ള ക്യാമറ എടുക്കുമ്പോൾ വളരെ നല്ലൊരു ക്യാമറ തന്നെ ആയിരിക്കും ഇത് എന്ന് ഈ ഒരു സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഏതായിരുന്നാലും നമുക്ക് ഡിവൈസിന്റെ ടോപ്പ് സൈഡിലേക്ക് വരുമ്പോൾ 3.5mm ഓഡിയോ ജാക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സെക്കൻഡറി മൈക്ക് കാണാൻ സാധിക്കും. സെക്കൻഡറി മൈക്ക് ഈ ഒരു റേഞ്ചിലും ഉള്ളത് വളരെ നല്ല കാര്യം
കാര്യം തന്നെയാണ്. സ്റ്റീരിയോ എഫക്റ്റോട് കൂടി വീഡിയോ എടുക്കാൻ അതുപോലെ തന്നെ കോൾ നോയ്സ് ഒക്കെ കുറക്കാനൊക്കെ ഇത് സഹായിക്കുന്ന രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സെക്കൻഡറി മൈക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ IR ബ്ലാസ്റ്റർ സെൻസർ ഇല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതില്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇത്രത്തോളമാണ് ടോപ്പ് സൈഡിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഡിവൈസിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് സിം ട്രേ കാണാൻ സാധിക്കും. സിം ട്രേയെ കുറിച്ച് പറയുമ്പോൾ ട്രിപ്പിൾ സ്ലോട്ടാണ്. അതായത് നമുക്ക് അറ്റ് എ ടൈമിൽ 2 സിം ഉപയോഗിക്കാം, അതുപോലെ തന്നെ അതിനോട് കൂടെ മെമ്മറി കാർഡും ഉപയോഗിക്കാം. ഇത് 3 ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് സൈഡ് ഫ്രെയിമിനെ കുറിച്ച് പറയുമ്പോൾ സൈഡും നമുക്ക് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വരുന്നത്. ബാക്കിലുള്ള അതേ ഫിനിഷിൽ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഇനി റൈറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, അതുപോലെ തന്നെ സ്ക്രീൻ ഓൺ ഓഫ് അല്ലെങ്കിൽ ഫോൺ ഓൺ ഓഫ് ബട്ടൺ കാണാൻ സാധിക്കും. ഓക്കെ, ഇത്രത്തോളമാണ് നമുക്ക് ഈ ഡിവൈസിന് അടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ഞാൻ ഏതായാലും ഈ ഫോൺ ഓൺ ചെയ്തു. ഇതിൽ എല്ലാം സെറ്റപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഓൺ ചെയ്ത് ഫസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഇതിലൊരു അപ്ഡേറ്റ് ആണ് കാണിച്ചത്. നേരെ ഞാൻ അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഈ ഫോൺ അൺലോക്കിംഗ് എക്സ്പീരിയൻസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ അവൈലബിൾ അല്ല. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫേസ് അൺലോക്കിംഗ് ആണ്. ഫേസ് അൺലോക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് അൺലോക്കിംഗ് തന്നെയാണ്. എന്നിരുന്നാൽ പോലും കുറച്ചൊരു കൂടിയ പ്രൈസിലുള്ള റിയൽമി ഫോണുകളിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു പെർഫോമൻസ് ഒന്നും ഇല്ല, അത്രയും ഫാസ്റ്റ് ആയിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇത് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി ഈ ഡിവൈസ് അൺലോക്ക് ചെയ്തിട്ട് നമുക്ക് സെറ്റിംഗ്സിൽ എബൌട്ട് ഫോണിൽ പോയിട്ട് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. നമ്മൾ അതിൽ പോയിട്ട് നോക്കുമ്പോൾ ആൻഡ്രോയിഡ് പൈ ആണ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് 9 ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ് ആൻഡ്രോയിഡിൻ്റെ ഇവിടെ വന്നിട്ടുള്ളത്. നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ആൻഡ്രോയിഡ് സെക്യൂരിറ്റി അപ്ഡേറ്റിനെ കുറിച്ച് നോക്കുമ്പോൾ ജൂണിലുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ്. ഓക്കെ, പിന്നെ MIUI വേർഷൻ നോക്കുമ്പോൾ 10.2.6 ആണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഒക്ടാകോർ പ്രൊസറാണ്. അതായത് സ്നാപ്ഡ്രാഗൺ 439 എന്നുള്ള വളരെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസറാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ. പിന്നെ റാം നോക്കുമ്പോൾ 2GB റാം ആണ് വന്നിട്ടുള്ളത്. 32GB ഇന്റർണൽ മെമ്മറി വരുന്ന വേർഷനാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ഏകദേശം 23.28GB ഫ്രീ ഉണ്ട്. നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രത്തോളം GB ഇതിൽ ഫ്രീ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ക്യാമറ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഷോമി ഫോണുകളിലൊക്കെ കണ്ടുവരുന്ന അതേ രീതിയിലാണ് വന്നിട്ടുള്ളത്. ഷോർട്ട് വീഡിയോ, ക്യാമറ, പ്രോ മോഡ്, ഇങ്ങനത്തെ ഇത്രയും മോഡുകളാണ് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നത്. റെഡ്മി ഫോണുകളിലൊക്കെ കണ്ടുവന്നിരുന്ന അതേ ഒരു രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഏതായിരുന്നാലും നമുക്ക് ഇതിലൊരു ഷോട്ട് എടുത്തിട്ട് അതിൽ ആ പിക്ചർ എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഈ ഇൻഡോർ ഷോട്ടാണ് നമ്മൾ എടുത്തത്. ഇതിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പിക്ചർ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിലെടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാൻ സാധിക്കും. അതിനുശേഷം ഇത് എങ്ങനെയുണ്ട് ഈ ഡിവൈസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് നോക്കാം. ഏതായാലും നമുക്കിപ്പോൾ കുറച്ച് സാമ്പിൾ ഫോട്ടോസിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ഇനി ഇതിന്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 439 പ്രൊസറാണ്. ഇത് വളരെ നല്ലൊരു പ്രൊസറാണ്, ഒരു ഒക്ടാകോർ പ്രൊസറാണ്. ഓൾറെഡി പറഞ്ഞു. ഇതിലെ GP എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രാഫിക്സ് അഡ്രീനോ 505 GB ആണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഗെയിമിംഗ് ഒക്കെ പോസിബിൾ ആകുന്ന രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഫോൺ ഉപയോഗിച്ചിട്ട് ഞാൻ PUBG ഒക്കെ കളിച്ചു നോക്കി. സ്മൂത്ത് മീഡിയം ഗ്രാഫിക്സിലാണ് ഞാൻ കളിച്ചു നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് ഫ്രെയിം ഡ്രോപ്സ് ഉണ്ട്. എന്നിരുന്നാൽ പോലും വളരെ നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ PUBG ഒക്കെ കളിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു പ്രൊസർ എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഇതിലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 2 year വാറന്റിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സാധാരണ ഫോണുകളിലൊക്കെ 1 year വാറന്റിയാണ്. അതായത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ഷോമിക്ക് അത്രക്ക് കോൺഫിഡന്റ് ആണ് 2 year വാറന്റി ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഫോൺ വരിക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ വാട്ടർ റിപ്പലന്റ് നാനോ കോട്ടിംഗ് ഉണ്ട്. അതായത് ചെറിയ രീതിയിലുള്ള വെള്ളം തെറിച്ചാലും ഒന്നും ഫോണിന് പ്രശ്നമില്ലാത്ത രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന നാനോ കോട്ടിംഗ് ടെക്നോളജി ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതും വളരെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്ന ഘടകമാണ്. വളരെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഫോണാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ നമ്മളിപ്പോൾ ഉള്ള ഈ വേരിയൻ്റ്, അതായത് 2GB റാം
32GB ഇന്റർണൽ മെമ്മറി ഉള്ള വേർഷൻ റിയൽമിയുടെ C2 എന്നുള്ള ഫോണാണ് ഇതിന് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഇതേ ഒരു പ്രൈസ് റേഞ്ചിലുള്ള. അതിൻ്റെ ഇതേ വേർഷൻ നോക്കുമ്പോൾ ഇതിനേക്കാളും പ്രൈസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേർഷൻ, അതായത് 2GB റാം 32GB ഇന്റർണൽ മെമ്മറി ഉള്ള വേർഷൻ വളരെ നല്ല വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് ഈ ഫോണിൻ്റെ കൺക്ലൂഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ. ഓക്കെ, ഏതായിരുന്നാലും നമുക്ക് ഈ റിയൽമി C2 ആയിട്ട് ഈ ഫോൺ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഈ ചാനൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ റെഡ്മി 7 എന്നുള്ള ഫോൺ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വാങ്ങാനുള്ള ഡയറക്റ്റ് പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ചാനലിൽ ചെറിയ രീതിയിലുള്ളൊരു സഹായമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അറിയുക. അതുപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും അൻസിസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.